ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ മത്സരത്തിൽ കാൽമുട്ടിലെ അസ്വസ്ഥത കാരണം നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടി കളിച്ചിരുന്നില്ല. അടുത്ത മത്സരത്തിൽ നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. TNT സ്പോർട്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം നെയ്മർക്ക് കാൽമുട്ടിൽ ചെറിയ ഒരു അസ്വസ്ഥത മാത്രമാണ് ഉള്ളത്. ഉടൻ തന്നെ തിരിച്ചെത്താൻ കഴിയും എന്നായിരുന്നു പ്രതീക്ഷകൾ. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം ഇപ്പോൾ തകിടം മറിഞ്ഞിട്ടുണ്ട്. നെയ്മർ ജൂനിയറുടേത് ചെറിയ ഒരു അസ്വസ്ഥത മാത്രമല്ല, കാര്യമായ പരിക്ക് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇടത് കാൽമുട്ടിന് മെനിസ്കസ് ഇഞ്ചുറിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാര്യങ്ങൾ കൂടുതൽ വഷളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ വർഷം നെയ്മർ ജൂനിയർക്ക് കളിക്കാൻ കഴിയില്ല. ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും ഈ വർഷത്തെ ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും നെയ്മർ ജൂനിയർക്ക് നഷ്ടമാകും എന്ന കാര്യം പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ സാന്റോസ് ബ്രസീലിയൻ ലീഗിൽ 3 മത്സരങ്ങളാണ് കളിക്കുന്നത്. ആ 3 മത്സരങ്ങളും നെയ്മർ ജൂനിയർക്ക് നഷ്ടമാകും എന്നുള്ളത് ഗ്ലോബോ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിച്ച പോലെയല്ല, നെയ്മറുടെ പരിക്ക് ഒരൽപ്പം ഗുരുതരമാണ്. കുറച്ചു കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും. ഉടൻ തന്നെ ട്രെയിനിങ് ആരംഭിക്കാൻ കഴിയില്ല എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത്. അതായത് നേരത്തെ എല്ലാവരും കരുതിയിരുന്നത് കേവലം ഒരു ഡിസ്കംഫേർട്ട് മാത്രമാണ് എന്നായിരുന്നു. പക്ഷെ നല്ല രൂപത്തിലുള്ള ഒരു പരിക്ക് തന്നെ നെയ്മറെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി നെയ്മറുടെ ഈയൊരു സീസൺ ഇപ്പോൾ അവസാനിക്കുകയാണ്. ബ്രസീലിയൻ ലീഗിലെ ഈ സീസണിലെ നെയ്മറുടെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് 2025 ബ്രസീലിയൻ ലീഗിൽ 17 മത്സരങ്ങളാണ് നെയ്മർ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 4 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 11 ബിഗ് ചാൻസുകളിൽ 4 കൺവേർട്ട് ചെയ്തു. 40 ഷോട്ടുകൾ ഉതിർത്തു. അതിൽ 19 ഷോട്ടുകൾ ടാർഗറ്റിലേക്കായിരുന്നു. ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. 41 കീ പാസുകൾ, 23 സക്സസ്ഫുൾ ഡ്രിബിളുകൾ, 62 ഫൗളുകൾ നെയ്മർക്ക് നേരിടേണ്ടി വന്നു. സോഫ സ്കോറിന്റെ ഒരു റേറ്റിംഗ് വന്നത് 7.13 ആണ്. അങ്ങനെയാണ് ഈ സീസണിലെ നെയ്മറുടെ ബ്രസീലിയൻ ലീഗിലെ ഒരു കണക്ക് വന്നിട്ടുള്ളത്. ഏതായാലും നെയ്മർ ജൂനിയർ ഇല്ലാതെയാണ് ഇനിയുള്ള 3 മത്സരങ്ങളും സാന്റോസിന് പൂർത്തിയാക്കേണ്ടി വരിക. നെയ്മറുടെ അഭാവം തീർച്ചയായും സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.